ദ എക്കണോമിക് ടൈംസിൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ലേഖനം വരികയുണ്ടായി. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇസ്രയേൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള അയൺ ഡോം ഇസ്രയേലികൾക്ക് ഒരു സുരക്ഷിതത്വത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിളക്കുമാടമാണ് എന്ന്. എന്നാൽ ഈയിടെയായി അയൺ ഡോമിലുള്ള വിശ്വാസം ഇസ്രയേലികൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നും പറഞ്ഞാണ് ആ ലേഖനം അവസാനിക്കുന്നത്. ശരിയാണ്, അയൺ ഡോമിൽ വിശ്വസിച്ചിരുന്ന യഹൂദർ ഇപ്പോൾ അതിനെ വല്ലാതെ നമ്പുന്നില്ല എന്ന് നമുക്ക് പറയാം. മുൻപൊരു വീഡിയോ വന്നിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ തുരുതുരാ വരുന്നു, എന്നാൽ എല്ലാം ആകാശത്ത് വെച്ച് തന്നെ പൊട്ടി തകരുന്നു. അയൺ ഡോം നശിപ്പിക്കുന്നതാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. ഈ ദൃശ്യത്തിൻ്റെ കൂടെ ഇസ്രയേൽ സൈനികർ മദ്യപിച്ച് സംഗീത നിശയിൽ ഏർപ്പെടുന്നതാണ് കാഴ്ച. അവരുടെ തലക്ക് മുകളിൽ ഒരു തീഗോളങ്ങളെല്ലാം പൂത്തിരി പോലെ പൊട്ടി തകരുന്ന കാഴ്ച. അത് കണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. അത് അവരുടെ സുരക്ഷിത ബോധമായിരുന്നു. എല്ലാം അയൺ ഡോം നോക്കിക്കോളുമെന്ന സുരക്ഷിത മനോഭാവം. എന്നാൽ ഇന്നവർക്ക് ഇത്തരത്തിൽ ആനന്ദ നൃത്തമാടാൻ കഴിയുന്നില്ല. കാരണം അയൺ ഡോമിൻ്റെ എല്ലാ കബന്ധങ്ങളും മറികടന്ന് തുടരെ ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ മിസൈലുകൾ തലസ്ഥാനമായ ടെൽ അവീവിൽ പോലും എത്തിച്ചേരുന്നു. മാത്രവുമല്ല, ലക്ഷ്യവും കൃത്യതയും ഉറപ്പുവരുത്തുന്നു. നെതന്യാഹുവിൻ്റെ വീടിന് നേരെ കൃത്യമായി ആക്രമണം നടത്താൻ അവർക്ക് കഴിയുന്നു. എന്തുകൊണ്ട് അയൺ ഡോമുകൾ പരാജയപ്പെടുന്നു എന്നത് ഇസ്രയേലിലെ തന്നെ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്: ബാലിസ്റ്റിക് മിസൈലുകൾ ഹിസ്ബുള്ള പ്രയോഗിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം. മുൻപ് റോക്കറ്റുകളും സാധാരണ മിസൈലുകളുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ ശരവേഗത്തിൽ കൺട്രോൾ സെൻറ്ററിൽ നിന്നും അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈയിടെയായി ഇറാനും ഹിസ്ബുള്ളയും പ്രയോഗിച്ചതെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വേഗത കൂടുതലാണ്. മാത്രവുമല്ല, ഹിസ്ബുള്ള പ്രയോഗിക്കുന്നത് വില കുറഞ്ഞ വ്യത്യസ്തമായ ഉപകരണങ്ങളിൽ കൊണ്ട് ഉള്ളതുമാണ്. പ്രതിരോധ സംവിധാനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഓരോ റോക്കറ്റുകളിലും വ്യത്യസ്തമായ ഉപകരണങ്ങൾ പരീക്ഷിക്കുന്നുമുണ്ട് ഹിസ്ബുള്ള. വ്യത്യസ്തമായ പാതയിലൂടെയാണ് ഇത്തരം റോക്കറ്റുകളും മിസൈലുകളും സഞ്ചരിക്കുന്നതും. വേഗത, കൃത്യത, വ്യത്യസ്തമായ ഉപകരണങ്ങളുടെ നിരന്തരമായ പരീക്ഷണങ്ങൾ തുടങ്ങിയവകൾ കൊണ്ട് തന്നെ അയൺ ഡോമിൻ്റെ കണ്ണിൽപ്പെടാതെയും അയൺ ഡോമിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള ആക്രമണത്തെയും അവ മറികടക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗതക്കൊപ്പമെത്താൻ അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല. കൂടാതെ ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ വിക്ഷേപിക്കുന്ന ശൈലിയും പ്രശ്നമാണ്. ഒരു മിസൈലിനെ നേരിട്ട് ചെന്ന് തകർക്കാൻ അയൺ ഡോമിന് കഴിയും. എന്നാൽ നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം എത്തുകയാണെങ്കിൽ അതിനെ തകർക്കാൻ ഇസ്രയേലിന് കഴിയില്ല. ഇറാൻ്റെ ആക്രമണമുണ്ടായപ്പോൾ 183 മിസൈലുകളാണ് ഒന്നിച്ച് ഇസ്രയേൽ പ്രതിരോധ മേഖലയിൽ കടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ള അയച്ചതും 100-ലധികം മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ അയൺ ഡോമിനെ വിട്ട് ഡേവിഡ് സ്ലിങ്ങും ആരോ 2-3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പ്രയോഗിച്ചാണ് ഇസ്രയേൽ പിടിച്ചു നിൽക്കുന്നത്. ഡേവിഡിൻ്റെ സ്ലിങ്ങിന് ഇടത്തരം മിസൈലുകളും അന്തരീക്ഷത്തിൽ ദീർഘദൂര മിസൈലുകളെ വെടിവെക്കാൻ ആരോ സംവിധാനങ്ങൾക്കുമാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതാണിപ്പോൾ ഇസ്രയേൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതും. അടുത്തിടെ IDFൻ്റെ ഗോലാനി ബ്രിഗേഡ് സൈനിക വിഭാഗം ആക്രമിക്കപ്പെടുകയുണ്ടായി. ഇസ്രയേൽ മണ്ണിൽ അവർ നേരിട്ട ഏറ്റവും വലിയ ആക്രമണവും ഒപ്പം ഏറ്റവും വലിയ നാശനഷ്ടവുമായിരുന്നു ഈ സൈനിക ബേസിന് നേരെ നടന്ന ആക്രമണം. അതൊരു ഡ്രോൺ ആക്രമണമാണ്. ആ ഡ്രോണ് ഒരു ഹെലികോപ്റ്ററിൻ്റെ മുൻപിൽ പെടുന്നുപോലുമുണ്ട്. എന്നിട്ടും അതിനെ എന്തെങ്കിലും ആക്രമിക്കുവാനോ മറ്റോ അവർക്ക് കഴിയാതെ പോയത് ഇതാരുടെ ഡ്രോണാണ് എന്നവർക്ക് വിലയിരുത്താൻ കഴിയാതെ വന്നതുകൊണ്ടാണ്. ഇതോടെയാണ് ഇസ്രയേൽ സൈന്യത്തിന് പോലും പ്രതിരോധ സിസ്റ്റങ്ങളിൽ വിശ്വാസ്യത നഷ്ടമാകുന്നത്. അയൺ ഡോമിൻ്റെ പരാജയത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പറയുന്ന പോലെ അന്വേഷിക്കുന്നു, വിശദീകരണം തേടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള മറുപടിയാണ് ഭരണകൂടം പോലും ഇപ്പോൾ നൽകുന്നത്. അമേരിക്കയിൽ നിന്നും താഴ് കൊണ്ടുവന്നെങ്കിലും അതും പ്രവർത്തനരഹിതമാണ് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അയൺ ഡോം എന്ന് പറഞ്ഞ് ലോകത്തിന് മുൻപിൽ ഊതി വീർപ്പിച്ച വലിയ മിസൈൽ പ്രതിരോധ ടെക്നോളജിയെക്കുറിച്ച് അഹങ്കാരം കൊണ്ടിരുന്ന ഇസ്രയേലികൾ ഇപ്പോൾ അയൺ ഡോമിനെ കുറിച്ച് മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, അതിലവർക്ക് വിശ്വാസവുമില്ല എന്നതാണ് തുടരെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് ശേഷം ടെല്ലവീവിൽ നിന്നും ഇസ്രയേലിൽ നിന്നുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളും കാഴ്ചകളും. waytonikah.com, the exclusive Muslim matrimonial site.